പോരാട്ടം ശക്തമായി തുടരുന്നതിനിടെ ലോകത്തിന്റെ ഏതു കോണിലേക്കും മിനിറ്റുകൾക്കുള്ളിൽ എത്താനാവുന്ന മിനിറ്റ്മാൻ 3 എന്ന അതിമാരക ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി US. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യയിൽ അമേരിക്ക ഇറാൻ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ അമേരിക്ക തങ്ങളുടെ പ്രധാന ആണവ പ്രതിരോധ ആയുധങ്ങളിലൊന്നായ LGM-30G മിനിറ്റ്മാൻ 3 എന്ന കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. US എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡാണ് ഈ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത്. കാലിഫോർണിയയിലെ വാണ്ടൻബെർഗ് സ്പേസ് ഫോഴ്സ് ബേസ് എന്ന സൈനിക കേന്ദ്രത്തിൽ നിന്നുമാണ് GT-255 എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരീക്ഷണ വിക്ഷേപണം നടത്തിയത്. പരീക്ഷണത്തിനായി ഉപയോഗിച്ച മിസൈലിൽ യഥാർത്ഥ ആണവ വാർഹെഡ് ഘടിപ്പിച്ചിരുന്നില്ല. മിസൈൽ ഏകദേശം 6700 കിലോമീറ്ററിലധികം ദൂരം പറന്ന് ക്വാജലൈൻ അറ്റോൾ എന്ന പ്രദേശത്തെ പരീക്ഷണ കേന്ദ്രത്തിന് സമീപം ലക്ഷ്യസ്ഥാനം കണ്ടു. മിനിറ്റ്മാൻ 3 എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം അമേരിക്കയുടെ ആണവ പ്രതിരോധ സംവിധാനത്തിന്റെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാന സൈനിക പരീക്ഷണമാണ്. അമേരിക്കയുടെ ആണവ സന്നദ്ധതയുടെ നിലവാരം പരിശോധിക്കാനും മിസൈൽ സംവിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താനും ഈ പരീക്ഷണം സഹായിച്ചുവെന്ന് വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് കേണൽ കാരി റേ പറഞ്ഞു. അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്നത് ഇത് ഇറാൻ സംഘർഷത്തെ നേരിട്ട് ലക്ഷ്യമാക്കി നടത്തിയ പരീക്ഷണ ദൗത്യമല്ല എന്നാണ്, മറിച്ച് വർഷങ്ങളായി നടത്തിവരുന്ന സ്ഥിരം സാങ്കേതിക പരിശോധനാ പരിപാടിയുടെ ഭാഗമായാണ് ഇത്തരമൊരു പരീക്ഷണ വിക്ഷേപണം നടത്തിയത് എന്ന് US എയർഫോഴ്സ് വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും നിലവിലെ ഭൂരാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പരീക്ഷണം ലോകശ്രദ്ധ നേടുകയാണ്. LGM-30G മിനിറ്റ്മാൻ 3 എന്ന ദീർഘദൂര കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അമേരിക്കയുടെ ന്യൂക്ലിയർ ട്രയാഡ് എന്ന പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന ഘടകമാണ്. കര, സമുദ്ര, വ്യോമതലങ്ങളിൽ പ്രതിരോധം തീർക്കാനാവും വിധമാണ് USന്റെ ന്യൂക്ലിയർ ട്രയാഡ് സജ്ജീകരിച്ചിരിക്കുന്നത്. ICBM അഥവാ ഭൂഖണ്ഡാന്തര മിസൈലുകൾ, അന്തർവാഹിനികളിൽ നിന്നുള്ള ആണവ മിസൈലുകൾ, ദീർഘദൂര ബോംബർ വിമാനങ്ങളിൽ നിന്നുള്ള ആണവായുധങ്ങൾ എന്നീ 3 ഘടകങ്ങൾ ചേർന്നാണ് അമേരിക്കയുടെ ആണവ പ്രതിരോധ സംവിധാനത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. ഈ ന്യൂക്ലിയർ ട്രയാഡിന്റെ പ്രധാന ലക്ഷ്യം യുദ്ധത്തിന് തുടക്കമിടുക എന്നതല്ല, മറിച്ച് ശത്രുക്കൾക്ക് ആക്രമണം നടത്താനുള്ള ധൈര്യം കുറിക്കുക എന്നതാണെന്നാണ് അമേരിക്ക പറയുന്നത്. ഡൂംസ്ഡേ മിസൈൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 2ാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമയിൽ US വർഷിച്ച ആറ്റം ബോംബിനേക്കാൾ 20 മടങ്ങ് പ്രഹരശേഷിയുള്ള ആണവ പോർമുനകൾ വഹിക്കാൻ ഈ അന്ത്യദിന മിസൈലിനാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 13,000 കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ഈ ICBMന് മണിക്കൂറിൽ 24,000 കിലോമീറ്റർ വേഗതയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാനാകും. അതായത് വിക്ഷേപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞൊടിയിടയിൽ ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മിനിറ്റ്മാൻ 3ക്ക് എത്താനാകും. ഭൂഗർഭ മിസൈൽ സൈലോകളിൽ നിന്നാണ് ഇവ വിക്ഷേപിക്കപ്പെടുക. അത്യാധുനിക ഇനേർഷ്യൽ നാവിക സംവിധാനം ഈ ICBMന്റെ മറ്റൊരു പ്രത്യേകതയാണ്. വിക്ഷേപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിന് പുറത്തേക്ക് ഉയർന്ന് ബാലിസ്റ്റിക് പാത പിന്തുടർന്ന് ലക്ഷ്യസ്ഥാനത്ത് പതിക്കും. അതിനാൽ തന്നെ ഈ ICBMനെ തടയുക എന്നത് അത്യന്തം പ്രയാസകരമാണ്. നിലവിൽ ഏകദേശം 400ഓളം മിനിറ്റ്മാൻ 3 മിസൈലുകൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലായി ഭൂഗർഭ സൈലോകളിൽ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന വിവരം. വൻ നഗരങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിക്കാൻ ശേഷിയുള്ളതിനാലാണ് ഈ ICBMനെ ഡൂംസ്ഡേ മിസൈൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കലുഷിതമായിരിക്കുന്ന സമയത്താണ് മിനിറ്റ്മാൻ 3 ICBMന്റെ പരീക്ഷണം അമേരിക്ക നടത്തിയത്. അത്തരമൊരു പശ്ചാത്തലത്തിലുള്ള ഈ നീക്കം USന്റെ സൈനിക ശക്തി പ്രകടിപ്പിക്കും വിധമുള്ള ഒരു സന്ദേശം കൂടിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.